ഈ പറയുന്ന നന്മയാണ് ഇവിടെ ഉള്ളത്. അപ്പം മതം ഇവിടെ ഉണ്ട് ഓൾറെഡി, നന്മയാണ് മതം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അവരുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ മതം? ആ നന്മയൊക്കെ വെച്ചാൽ പോരെ? അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും സംവാദത്തിന് അന്ത്യത്തോട് അടുക്കുമ്പോൾ വ്യംഗ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഇൻഡിറക്ട്ലി അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്, ഈ പറയുന്ന മതം വലിയ ആവശ്യമൊന്നുമില്ല, നന്മ ഉണ്ടായാൽ മതി. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇനി കൺക്ലൂഷൻ സെഷനിൽ ആരിഫ് സഹോദരന് സംശയം വേണ്ട, എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. മതമില്ലെന്ന് പറയുന്ന മറ്റു രൂപങ്ങളിലുള്ള മതങ്ങളിലും നന്മയുണ്ട്. ആ നന്മയുടെ പ്രാദുർഭവം അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ മുസ്ലിമാണ്. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും ഞാൻ സഹിഷ്ണുത പാലിക്കുന്ന ആളാണ്, ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ആളാണ്. അതിനെ എന്നെ പര്യാപ്തപ്പെടുത്തിയത് എന്റെ എന്തെങ്കിലും സിദ്ധിയല്ല, വിശേഷമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമാണ്. കൂടുതൽ ഇതിൽ കൺക്ലൂഷനായിട്ട് ഇനി പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇസ്ലാം മതത്തിൽ മാത്രമല്ല നന്മ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ഓക്കെ, സൂക്ഷിക്കണം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ അതാ പറഞ്ഞത്, ഇസ്ലാമിൽ മാത്രമല്ല നന്മ, മറ്റ് മതമില്ലാത്ത ആളുകൾക്കും നന്മയുണ്ട്, മറ്റു മതങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, മറ്റ് സമൂഹങ്ങളിൽ നന്മയുണ്ട്. ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഈ നന്മയൊക്കെ റാഞ്ചി കൊണ്ടുവന്ന് ഇത് ഞങ്ങൾക്ക് ഞമ്മന്റെ പടച്ചോങ്ക തന്നതാണ് എന്ന് കിതാബിൽ എഴുതി പിടിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നമാവുന്നത്. അപ്പോ ഏതായാലും അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. കൂടെ വന്ന ആളുകൾ ശ്രദ്ധിക്കാം. ഇനി കൺക്ലൂഷൻ സെഷനിൽ ആരിഫ് സഹോദരന് സംശയം വേണ്ട, എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. മതമില്ലെന്ന് പറയുന്ന മറ്റു രൂപങ്ങളിലുള്ള മതങ്ങളിലും നന്മയുണ്ട്. ആ നന്മയുടെ പ്രാദുർഭവം അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ മുസ്ലിമാണ്. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും ഞാൻ സഹിഷ്ണുത പാലിക്കുന്ന ആളാണ്, ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ആളാണ്. അതിനെ എന്നെ പര്യാപ്തപ്പെടുത്തിയത് എന്റെ എന്തെങ്കിലും സിദ്ധിയല്ല, വിശേഷമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക. വിശ്വാസികളോട് എനിക്കുള്ള അഭ്യർത്ഥനയാണ്, ആരാണ് ആയുധമിറക്കി ഈ റഷ്യക്കും ഈ അമേരിക്കയ്ക്കും മാതൃക കാണിച്ചത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അത് അള്ളാഹു ആണ്. ഇനി സൂപ്പർമാന്റെയും സ്പൈഡർമാന്റെയും ഒക്കെ കാര്യം പറഞ്ഞു, ശരിയാണ്, അത് തന്നെ നമ്മളും പറയുന്നത്. അതുപോലെ ഒരു മാൻ ആയിരുന്നു ഈ പറയുന്ന മുഹമ്മദ്, കണ്ട അള്ളാഹു അല്ലെങ്കിൽ ജിബ്രീൽ. അപ്പൊ നമുക്ക് സ്പൈഡർമാനായിട്ടും സൂപ്പർമാനായിട്ടും കാണാൻ സാധിക്കുന്നത് പോലെ അള്ളാഹുവിനെയും ആ പറയുന്ന ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളെയൊക്കെ കാണാൻ സാധിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഒരു ഫോർമാലിറ്റിക്കല്ല, കഴിഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും വാക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്തെങ്കിൽ റിയലി സോറി. ഇനി എൻ്റെ 5 മിനിറ്റാണ്. അതിലിങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി തന്നെ പറയട്ടെ. ഈ നന്മകൾ ഇവിടെ ബാക്കിയാവണമെങ്കിൽ ഏതാണ് കൂടുതൽ നല്ലത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ആലോചനയിൽ ഞാൻ പറഞ്ഞത് ആത്മീയത, സ്പിരിച്വാലിറ്റി, അതൊരു നന്മയാണല്ലോ. അപ്പൊ ഒരുപക്ഷെ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, അതില്ലെങ്കിലോ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, കൂടുതൽ നമുക്ക് ലോജിക്കലി ഫിറ്റായതും മനസ്സിന് സമാധാനമുള്ളതും അതല്ലേ വേണ്ടത്? അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന വലിയ ആഫ്രിക്കൻ പണ്ഡിതൻ, കൺവേർട്ടഡാണ്. പ്രിയപ്പെട്ട ആരിഫ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരാളാണെങ്കിൽ മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിന്റെ അകത്തേക്ക് വന്ന ആളാണ് അഹമ്മദ് ദീദാത്ത്. അഹമ്മദ് ദീദാത്തിനോട് ചോദിച്ചു, സഹോദര, ഹൗ ഡു യു ഫീൽ ഇഫ് യു ഡൈഡ് ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് ദ ഹിയർ വാസ് ലൈ? നിങ്ങൾ വലിയ ഗിരിപ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, മരിച്ചുപോയാൽ പാരത്രിക ജീവിതം ഇല്ലെന്നാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചെല്? ലോജിക്കൽ ഫാലസിയാണ്. മരിച്ചു ചെന്നാൽ പാരത്രിക ജീവിതം ഇല്ലെങ്കിൽ പിന്നെ കണ്ടെത്താൻ കഴിയില്ല. സഹോദരന്റെ ചോദ്യത്തിന്റെ നിലവാരത്തെ അദ്ദേഹം മാനിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്തു. എന്താണ് ആൻസർ എന്നറിയോ? നോട്ട് വേഴ്സ് ദാൻ വെൻ യു ഡൈ ആൻഡ് ഡിസ്കവർ ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ ഈസ് ട്രൂത്ത്. ഞാൻ എന്തേ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് പരലോകമുണ്ടെന്നാണ്. ഞാൻ മരിച്ചു പോയതിനു ശേഷം ഇനി പരലോകമില്ലെന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ നഷ്ടമല്ലേ എന്നാണ് ദീദാത്തിനോടുണ്ടായ ചോദ്യം. ദീദാത്തിന്റെ മറുപടി എന്താ? ഇത് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തു പോകണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. നോട്ട് വേഴ്സ് ദാൻ വെൻ യു ഡൈ ആൻഡ് ഡിസ്കവർ ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ ഈസ് ട്രൂത്ത്. നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം അവിടെ ഒരു പാരത്രിക ലോകം ഉണ്ടെന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതല്ലേ വലിയ ഞെട്ടൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പക്ഷേ വിശ്വാസികൾക്ക് പരലോകമില്ലെങ്കിൽ 2 സാധ്യതയാണ്. എന്താണ് 2 സാധ്യത? ഒന്നുകിൽ പരലോകവുമില്ല, ഹിയർ ആഫ്റ്റർ ഇല്ല, ലാഭവുമില്ല, നഷ്ടവുമില്ല. നോട്ട് ഗെയിൻ, നോട്ട് ലോസ്. അതാണ് ഞങ്ങളുടെ സാധ്യത.
ഇനി അല്ലെങ്കിൽ ഞങ്ങളുടെ സാധ്യത പരലോകമുണ്ട്, പരലോകമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗെയിൻ മാത്രമാണ്. അതേസമയം നാസ്തികനായ സഹോദര, നിങ്ങൾ മരിച്ചുപോയതിനു ശേഷം പരലോകമില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും തുല്യം തന്നെയാണ്. ഞാൻ അതിവാദം നടത്തുന്നില്ല, ഒരു ചാൻസ് അതാണ്. പക്ഷേ വെദർ ഓർ അവിടെ ഒരു പരലോകമുണ്ടെങ്കിലോ നിങ്ങൾക്ക് നഷ്ടമല്ലേ? അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോസിബിലിറ്റി തിയറി പ്രകാരം 2 ചാൻസ്, ഒന്നുകിൽ ലാഭവുമില്ല നഷ്ടവുമില്ല, അല്ലെങ്കിൽ ലാഭം. അവിശ്വാസിയെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അവിശ്വാസി വിശ്വാസി എന്ന് പറയേണ്ടി വരുന്നത് പ്രയോഗ ഭാഷ അങ്ങനെ ആയതുകൊണ്ടാണ്. ഈ വ്യവസ്ഥാപിത ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നാസ്തികനായ ഒരു സഹോദര സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു ചെന്നാൽ ഒന്നുകിൽ ലാഭവുമില്ല നഷ്ടവുമില്ല, അല്ലെങ്കിൽ ഈ ഫിലോസഫി പ്രകാരം നഷ്ടം മാത്രമാണ്. ഞാനത് പറഞ്ഞൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. സമൂഹം മുന്നോട്ട് പോകണം, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാകണം, അപസ്വരങ്ങൾ ഇല്ലാതെയാവണം, അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അതിന് മതങ്ങൾ മുഴുവനും അന്ധവിശ്വാസമാണെന്ന് പറയുകയല്ല വേണ്ടത്. ഔഷധങ്ങൾക്കിടയിൽ കളകൾ ഉണ്ടായേക്കാം, കള പറിച്ചു കളയണം. രത്നങ്ങൾക്കിടയിൽ കുപ്പിച്ചേളുകൾ ഉണ്ടായേക്കാം, കുപ്പിച്ചേളുകൾ പെറുക്കിക്കളയണം. അങ്ങനെ കുഴപ്പങ്ങളെ മാറ്റി നന്മയെ സ്വീകരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് മനോഹരമായി മുന്നോട്ട് പോകാം. ഇവിടെ കൂടിയ എല്ലാവർക്കും നിഷ്കപടമായി നിർവ്യാജമായി ഇസ്ലാമിന്റെ സ്നേഹാഭിവാദം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു.